നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്കിവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഹി ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഫേമസ് മലയാളം ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ തന്നെ നമ്മുടെ ഇവന്റിന്റെ ഹാളിലേക്ക് എത്തുന്നതായിരിക്കും. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് നമ്മുടെ അതിഥികളെ ഇങ്ങോട്ട് സ്വീകരിക്കാം. Thank you so much. Emirates Indian Laser and Aesthetic Beauty Therapy Club അവതരിപ്പിക്കുന്ന ലുമീനിയ 2026 ഇവന്റ് ഇവിടെ ആരംഭിക്കുകയാണ്. Good evening, ladies and gentlemen. Good evening, ladies and gentlemen. We send a very warm and heartfelt welcome to everyone who has graciously accepted our invitation and joined us today for the Emirates Indian Laser and Aesthetic Beauty Therapist Club's Lumania 2026 event. Let us begin this program with a prayer. I kindly request everyone to please stand. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे
താങ്ക് യു ഡിംപിൾ. എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സ്റ്റേജില് ഇന്ന് സംസാരിക്കുന്നതൊക്കെയും ലേസർ ആൻഡ് ബ്യൂട്ടി തെറാപ്പി ഫീൽഡിലുള്ള ടെക്നീഷ്യൻസ് ആണ്. ഇവരിൽ പലർക്കും സ്റ്റേജിൽ കയറി പോലുമുള്ള ശീലമില്ല. അതിൻ്റെതായ ചില പരിമിതികളൊക്കെ നിങ്ങൾക്ക് കണ്ടേക്കാം. ഇത് അവരുടെ വേദിയാണ്, നമ്മൾ പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. സോ അവർക്ക് ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും പലർക്കും അറിയാം, അത് പറയാനൊക്കെ ഒരു ചെറിയ പേടിയുണ്ട്. നിങ്ങൾ കഴിയുന്നതും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതെന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. പ്ലീസ് സപ്പോർട്ട് ദം. താങ്ക് യു. Thank you. For the welcome address, I warmly invite Mr. Binu Manohar, UAE Regional Manager, Kaumudi Channel, onto the stage. ആദരണീയ മഹത്വ്യക്തിത്വം, ശ്രീ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ എന്നും കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ അടൂർ, പ്രിയപ്പെട്ട സുകേഷ് ഗോവിന്ദ്, പ്രിയപ്പെട്ട അനൂപ് ഡോക്ടർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മഹത്വ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണ്. കാരണം ഒരു പിറവി എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത്തരത്തില് ലേസ് ആൻഡ് ആസ്തറ്റിക് ടെക്നീഷ്യന്മാരുടെ, തെറാപ്പിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിന്റെ പിറവിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന്റെ മനോഹരമായ ഒരു നിമിഷത്തിന് സാന്നിധ്യം അരുളുന്നതിനാണ് ഇന്ന് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത്. പ്രമുഖ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും അതോടൊപ്പം തന്നെ 25ഓളം വർഷത്തെ എക്സ്പീരിയൻസോടുകൂടി ആസ്തറ്റിക് രംഗത്തെ എക്സ്പീരിയൻസോടുകൂടിയിട്ടുള്ള ശ്രീമതി സന്ധ്യ രഘുകുമാറിന്റെ ആശയത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു സ്വപ്നമാണിത്. കാരണം ഏറെ വർഷങ്ങളായി പ്രയത്നിക്കുന്ന ലേസർ ടെക്നീഷ്യന്മാരെ, അസ്തറ്റിക് ടെക്നീഷ്യന്മാരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ സ്വപ്നമാണ്. അതിന്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തോളമായി ഇതിന്റെ പ്രയത്നത്തിൽ. അതിലേക്കായി UAE പ്രമുഖമായിട്ടുള്ള പല അസ്തറ്റിക് സെന്ററിൽ നിന്നും ടെക്നീഷ്യന്മാരൊക്കെ ഒട്ടേറെ ആളുകൾ നമ്മളുടെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഒട്ടേറെ സ്വപ്നങ്ങളുണ്ട് എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ. അതൊക്കെ തന്നെ ശ്രീ സന്ധ്യ രഘുകുമാറിവിടെ നമുക്ക് പ്രകാരം അറിയിക്കുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ഈ കർമ്മത്തിന് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അനിൽ അടൂർ, അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെ ഞാൻ ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും മഹനീയ വ്യക്തിത്വമാണ്. ഇങ്ങനെ നമ്മളുടെ ഈ ആസ്തറ്റിക് രംഗത്ത് തന്നെ വർഷങ്ങളായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ള ഡോക്ടർ അനൂപ് സുരേഷ് ബാബു. അദ്ദേഹത്തെ ഞാൻ ഇന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ സൗഹൃദങ്ങൾക്ക് എല്ലാ ഒരുക്കങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഗാന്ധി സുരേഷ് ബാബു സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം എന്നും യാത്ര ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ടെനെക്സ് പ്രോപ്പർട്ടീസിന്റെ CEO ശ്രീ സുകേഷ് ഗോവിന്ദ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടെനെക്സ് പ്രോപ്പർട്ടീസിന്റെ ഓപ്പറേഷൻ ഹെഡായ ശ്രീ ജാസിം അൽബലൂഷിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഡോക്ടർ റുസ്കാർ കോസ്മോ ലേസർ മെഡിക്കൽ സെന്റർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ബിസിനസ്സുകാരനും ഒക്കെയായ ശ്രീ പോൾ പ്രഭാകർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം എത്തിയ രമേഷ് ബാബു സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ലേസർ ടെക്നീഷ്യൻ, നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അനീഷ മുഖാസ് സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മളുടെ ഈ പരിപാടി ഏറ്റവും മഹനീയമായി മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം നമ്മുടെ UAE-യിലെ ഏകദേശം 25 വർഷത്തോളമായി UAE-യിലെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന, അതിനൊക്കെ ഉപരി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെ പേരുകേട്ട മകൻ വ്യക്തിത്വമായ ശ്രീ സന്ധ്യ രഘുകുമാറിന്റെ സ്വപ്നമാണ് ഇന്നത്തെ ഈ പരിപാടി. അപ്പൊ തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ വിശദീകരണങ്ങൾ ഓരോന്നും വിശദീകരിക്കുവാൻ ഏറ്റവും യുക്തമായിട്ടുള്ള ആൾ സന്ധ്യ രഘുകുമാർ തന്നെയാണ്. അദ്ദേഹത്തിനെ, സന്ധ്യ രഘുകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Sandhya Raghu-Kumar is one of the first batch DHA license holder in Dubai, with 25 years of experience in laser and aesthetic beauty therapy and 14 years as a clinic owner. She is the recipient of the prestigious UAE Next Mastermind Excellence Award. She is also an accomplished journalist and an author, whose first book, When the Neela Kurinji Blooms, was launched at the Sharjah International Book Festival. She is the founder of the Emirates Indian Laser and Aesthetic Beauty Therapist Club. We warmly welcome Sandhya Raghu-Kumar to the stage. Thank you, Mr. Binu Manohar. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ ഈ ഒരു വേദിയിൽ കാണുമ്പോൾ. സാറ് പറഞ്ഞതുപോലെ ഇത് ഒരു സ്വപ്നമാണ്, ഒരു സ്വപ്നത്തിന്റെ തുടക്കമാണ്, ഒരു യാത്രയുടെ തുടക്കമാണ്. നമുക്കറിയാം, ഇന്നിവിടെ കൂടിയിരിക്കുന്നവരിലധികവും ലേസർ ആൻഡ് എസ്തെറ്റിക് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ടെക്നീഷ്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പണ്ടുകാലങ്ങളിൽ പറയുമായിരുന്നു, പണ്ട് കാലങ്ങളിലുള്ളവർ പറയുമായിരുന്നു സ്ത്രീകൾ അടുക്കളയിൽ തളച്ചിടപ്പെട്ടവരായിരുന്നു എന്ന്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അരങ്ങത്തേക്ക് വന്നു. എങ്കിൽ ഇപ്പോഴും 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന ഒരു കൂട്ടം സ്ത്രീകൾ വർക്ക് പ്ലേസിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ അവരാണ് എസ്തെറ്റിക് ലേസർ ആൻഡ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഞങ്ങളുടെ ജീവിതം എപ്പോഴും ഒരു റൂമിനുള്ളിലാണ്. രാവിലെ 10 o'clock തുടങ്ങുന്ന ജോലി വൈകിട്ട് 7 o'clock അവസാനിക്കുന്നത് വരെ ആ ഒരു ക്ലിനിക്കിനുള്ളിൽ ഒരു റൂമിലുള്ള വിത്ത് പേഷ്യൻസ് മാത്രമാണ്. നമ്മളുടെ കൂട്ടെന്ന് പറയുന്നത് അവർ ലേസർ മെഷീൻസ്, അവർ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് മെഷീൻ, ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ, റൈറ്റ്? These are the friends of us, right? Always we are in that 4 walls. സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എപ്പോഴും ഈ ഒരു മേഖലയിലുള്ളവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുന്ന പ്രകാശങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി എനിക്കിവിടെ പറയുവാനായി സാധിക്കും. നമുക്കറിയാം, ബ്യൂട്ടി ഏറ്റവും അധികം ബൂസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ആർക്കും we are not ready to get more age. നമ്മളുടെ സൗന്ദര്യം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അതിനുള്ള
കാര്യങ്ങൾ എന്തൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ അതിന്റെ എല്ലാം പുറകെ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും ഇതിന് പ്രാധാന്യം, ബ്യൂട്ടിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ആളുകൾ UAE-യിലുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചിലരുടെ കോൺഫിഡൻസിനെ കുറയ്ക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കും ഹെയർ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ എന്ന്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഫോർ ലേഡീസ്, അല്ലെ? അഡ്വാൻറ്റഡ് ഹെയർസ് അവരുടെ മുഖത്തും ശരീരഭാഗങ്ങളും ഒക്കെ വളരുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഫോർ us. പല രീതിയിലും നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതിനാണ് നമ്മൾ വി ആർ ഡൂയിങ് ലേസർ ഫോർ ഫേസ് ഹെയർ, ഫോർ ബോഡി ഹെയർ. ദാറ്റ്സ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഫോർ ദ പെർമനന്റ്, നോട്ട് പെർമനന്റ് ഹെയർ റിഡക്ഷൻ, ലേസർ ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തെ ചുളിവുകളും പാടുകളും ഒക്കെ ഉണ്ടാകും. ഫോർ ദർ ആർ ലോട്ട് ഓഫ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ ദ aesthetic field ലൈക്ക് ഫില്ലേഴ്സ്, ബോട്ടോക്സ്. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഡോക്ടർ അനൂപ് ഇവിടെ ഉണ്ട്. അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുമ്പോൾ, അതായത് ഈ ബ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് കുറയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ എന്ന് പറയുന്നത്, അതായത് എസ്തെറ്റിക് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് വേണ്ടി ഒരു വേദി, നമുക്ക് വേദി പങ്കിടാൻ, ഒരുമിച്ച് നമ്മൾക്ക് സന്തോഷിക്കാനും ചിരിക്കുവാനും കഥകൾ കൈമാറുവാനും ഒക്കെയുള്ള ഒരു വേദിയാണ് ഈ ഇലായുടെ ഈ ഒരു വേദി എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ ഒരു കാര്യമല്ല. ഇതിന്റെ നമ്മളുടെ ഒരു വിഷൻ ഒരുപാട് വലുതാണ്. അതൊക്കെ നമ്മൾ ഇതിന്റെ പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ വരാനുണ്ട്. എല്ലാവർക്കും ഒരേ ട്രാഫിക് ഭയങ്കര കൂടുതലാണ്, അല്ലെ? ചിലവർക്ക് 1 hour 45 minutes എടുത്തു റീച്ച് ചെയ്യാവുന്നത്. സോ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും നിങ്ങളുടെ ഡ്യൂട്ടിയുടെയും തിരക്കിന്റെയും ഇടയിലും നിങ്ങൾ സമയം കണ്ടെത്തി യു ജോയിൻ വിത്ത് us. വെരി താങ്ക്ഫുൾ ടു എവരിവൺ. പ്രധാനമായി നമ്മുടെ ചീഫ് ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയുകയാണ്. അനിൽ സാറൊക്കെ കുറച്ച് ദിവസങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കണം. നമ്മളുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അതിനിടയിലാണ് അദ്ദേഹം സമയം കണ്ടെത്തി വന്നത്. സോ മിസ്റ്റർ അൽബലുഷി, മിസ്റ്റർ സുകേഷ്, എല്ലാവരും, ഡോക്ടർ അനൂപ്, അതുപോലെ എന്റെ മിസ്റ്റർ ഗാന്ധി, എല്ലാവരും അവരുടെ സമയം കണ്ടെത്തിയാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രത്തോളം വിജയിപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ നന്ദി പറയുകയാണ്. നമ്മുടെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ ഇനാഗുറൽ ഫംഗ്ഷനിലേക്ക് കടക്കാം. വേദിയിലേക്ക് ഐ ഇൻവൈറ്റ് മിസ്റ്റർ അനിൽ അടൂർ, Senior Vice President, Asianet News. Sir, please come up on the stage for the inaugural function. Next is Mr. Jassi Al-Baluchi. Please come up on the stage. Please come up on stage, sir. Dr. Alok Suresh Babu. Mr. Sukesh Govind, Tenant Property. Mr. Gandhi Suresh Babu, Max Value Trading LLC. Mr. Binu Manohar, Regional Manager, Comedy Channel. Please come. Sir, Umesh Babu sir. Please come. Anisha and Dr. Alonso, please come up. I invite Mr. Sajid. Mr. Sajid, please come to നമ്മളുടെ executive team members, please join with us. Please come up on stage. Our executive members, please come up on stage.
എമിറേറ്റ്സ് ഇന്ത്യൻ ലേസർ ആൻഡ് എസ്തെറ്റിക് ക്ലബ് ഇന്ന് ഇവിടെ പിറവിയെടുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തായി ഇനോഗ്രൽ സ്പീച്ച് ആണ്. ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ശ്രീ അനിൽ അടൂർ, സീനിയർ വൈസ് പ്രസിഡന്റ് ഏഷ്യാനെറ്റ് ന്യൂസ്, ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ ബിനു മനോഹർ ഒരു പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാമെന്ന് വളരെ സട്ടിലായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോൾ ഐ സർപ്രൈസ്ഡ്. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദീസ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഹാപ്പനിങ് in UAE or some other place, I believe that. Anyway, this is a wonderful initiative from the side of a technician. Normally, others are run by organizations. The technicians will work for them and they will pay for the subscription. Then the leaders are different persons. സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേതാക്കൾ വേറെ ആയിരിക്കും ജോലി എടുക്കുന്നവർ തിരിച്ച് ഇവർ തന്നെ സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അതും ഈ പുതിയ കാലത്തിൻ്റെ, അതായത് നമ്മളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ആളുകൾക്കൊക്കെ പണ്ട് കാലത്ത് പട്ടിണിയായിരുന്നു വലിയ പ്രശ്നം. അത് മാറ്റുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയൊക്കെ ആയിരുന്നു ആളുകളുടെ ഒരു ഇഷ്ടവും ഒക്കെ കാര്യം.
പക്ഷെ ഇന്നത് മാറി അവൻ്റെ ഫിറ്റ്നസ്, വെൽനസ്, ആ തെറാപ്പിസ്റ്റുകളുടെ കാലമാണ്. നമ്മുടെ നാട്ടിൽ അത് വളരെയധികം കൂടി വരുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പഞ്ചാബിലൂടെ യാത്ര ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഒരു സലൂൺ കണ്ടെത്താൻ കഴിയും. പഞ്ചാബിൽ സലൂൺ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം? പഞ്ചാബിൽ സലൂൺ ഇല്ല. പക്ഷേ എല്ലാ ഗുരുദ്വാരയുടെയും തൊട്ടടുത്ത് ഒരു ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്. അതായത് പഞ്ചാബികളിലെ മെയിൽ അല്ലെങ്കിൽ പുരുഷന്മാർ ഒരിക്കലും അവർക്ക് സലൂണിന്റെ ആവശ്യമില്ല. പക്ഷേ അവരുടെ ലേഡീസ് അവരേറ്റവും അധികം ആശ്രയിക്കുന്നത് ബ്യൂട്ടി ക്ലിനിക്കുകളെയാണ്. എന്നതുപോലെ ദുബായിൽ ഇപ്പോൾ മലയാളികളുടെ വീട്ടിൽ, അല്ലെങ്കിൽ തമിഴ് ആൾക്കാരുടെ വീട്ടിൽ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന്റെ ആൾക്കാരുടെ വീട്ടിൽ, അല്ലെങ്കിൽ അക്രോസ് എനി കമ്മ്യൂണിറ്റി ആരുടെ അടുത്ത് എത്തിയാലും അവിടെയൊക്കെ ബ്യൂട്ടി പാർലറിൽ പോകാത്ത ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലൈപ്പോസെക്ഷൻ വരെ നടക്കുന്ന കാലഘട്ടം ഇവിടത്തേക്കാൾ കൂടുതൽ നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. ആളുകളുടെ എന്നെ പോലുള്ള ആൾക്കാരുടെ കുടവേർ മാറ്റുക, തിരിച്ച് എന്താ പറയാ, ഈ അതായത് നമുക്ക് എന്താ പറയുന്നത്, ആളുകളുടെ മുന്നിൽ ഈ വെളുക്കാൻ വരെ എന്താണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ള കാലത്തേക്ക് നാം വന്നിരിക്കുന്നു. ഞാൻ ഒരിക്കലും അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യുകയല്ല. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ജീവിതം മാറ്റി ചിന്തിക്കാൻ ഒരു പറ്റം എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകളാണ് ഈ പരിപാടിക്കകത്തേക്ക് വന്നിരിക്കുന്നത്. അവരതിലേക്ക് ശ്രമിക്കുക കൂടി ഒരു പുതിയ അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പാഷൻ, ആ പാഷന്റെ മുന്നിൽ പോയി നിന്ന് ആ പാഷനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് വലിയ കാര്യമാണ്. അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മേക്കപ്പ് ഇട്ട് ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഉള്ളത്. അങ്ങനെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ അതേ തൊഴിൽ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്ന് അതിന് അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നു. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഈ ഓർഗനൈസേഷൻ ഇനി പല സ്ഥലങ്ങളിലേക്ക് പടരുമെന്ന് ഉറപ്പാണ്. നമ്മുടെ നാട്ടിൽ ബ്യൂട്ടി പാർലർ അസോസിയേഷന്റെ പ്രസിഡന്റ് നാട്ടിൽ ഒരു പുരുഷനാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അത് വലിയ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ അതിലേക്കുണ്ട്. പക്ഷെ ഇവിടെ UAE കുറെ അഡ്വാൻസ്ഡായി കുറെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ രീതിയിൽ ബ്യൂട്ടി പാർലർ അപ്പുറത്തേക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈപ്പോസെഷൻ പോലുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രോഗ്രാമായി ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയ ഈ ഒരു സമൂഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു. എൻ്റെ സുഹൃത്ത് സുരേഷ് ഇരിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ബാബു സാറുണ്ട്. അങ്ങനെ നിരവധി സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കാൻ അവസരം, ഒരു അൺഎക്സ്പെക്റ്റഡായി ഒരു ജേർണലിസ്റ്റായ ഞാൻ ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ ഉദ്ഘാടനമാകുക എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ബിനു മനോഹർ, ഹാറ്റ്സ് ഓഫ് യു. താങ്ക് യു വെരി മച്ച്. ഇത്തരം ഒരു അവസരം നൽകിയതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Anil sir. Good evening, everyone. A very warm welcome to you. Here we are going to start our keynote speech. May I now invite our chief guest and keynote speaker, Mr. Jasif Al-Balushi, to kindly join us on the stage. Please welcome Mr. Ram Rao. Hello everyone, my name is Jasper Luci, as you know. Not too much aware of health, but it's a good thing in life. I believe with good health, a good diet and good exercises, one can keep his health good. Laughter is one of them, you can be happy always. Beauty is a part of our life. The best beauty in life is your inner beauty. If you're inside beautiful,
I think you will always appear beautiful outside. So keep it inside really always good. Yourself clean inside and outside. Do good exercises. This is what I would like to say about everyone. So, Thank you, sir, for your insightful and inspiring keynote speech. May I request Mr. Sukesh Govin, CEO of 10X Property, to please come forward and join us on the stage. A warm welcome to you. The future of real estate is unstoppable. With visionary projects, record-breaking demand, and global investor confidence, real estate is shaping the skyline of tomorrow. From joint ventures, buildings, lands, hotels and hospitals for sale, where every square foot tells a success story. With unstoppable growth, allocating our investments and delivering the best ROI is our priority at 10X. So, I think you had a great introduction. My name is Sukesh Govin. How many of you have seen this video before? Only one? So sad. Spent a lot of money for advertisement. yeah. Okay, good. Thank you so much. See, my name is Sukesh Govin. I'm a software engineer by profession, and I have group companies like you have seen 10X is a group company. We are into like multiple line of business like the AI, technology, real estate, media. Most interesting part which I would like to highlight is the media side, which I said. So actually the first time I'm happy to get a chance to sit, first of all, in front of such beautiful sculptures, or what do you say? You guys are the, you create beauty inside, yeah, and that's what is outside, yeah. So it's the first time when I got a chance, Binu was telling me, Sukesh, there is something an event happening here. Do you want to be a part of it? I'd asked him, what is it event all about? So he said, you're going to meet a lot of doctors, some technicians, like, who are in the cosmetic side, which was actually one of the most, happiest thing for anyone. Because everyone wanted to looks good, yeah? Anybody is there who doesn't want to look good? Yeah, we all love to be the best. We all love to be the best heroes in our life. So it's nowadays in our busy daily life, it's very hard for us to maintain our diet. Okay, I actually understand. For a human body, we need 13 vitamins and 11 minerals for a day. Correct? I'm sure there are a lot of doctors here, but still, my understanding, that's something which I learned maybe 20, 30 years back. And how many of us take the right supplements? It's a question. At least for vitamin A, I happen to understand. You need about 1,000, mg of that. Okay, and or maybe, to get this particular vitamins, maybe you may need to eat lots of, a lot of quantity of the fruits and vegetables, which is practically not possible. I happen to understand it. So I used to think, what is the best thing, we can have a good diet, good health. And even though we do all these things, something which we can't control, and that's where you add up a role. And you come into the picture, you help anyone to, it looks beautiful. And it's not about only health, but there are many other things which I understand. First of all, thank you so much for Sandhya, Binu, and the entire team, or all the chief guests, Anilji, everyone, Jasim, everyone, I want to name it, Rameshji, Paul sir, everyone, thank you so much for joining. And just to give you a few important things, what I do. Basically, we are actually in a real estate firm. How many of you are living in Dubai here for last 5 years? 10 years? How many of you are in 10 years? More than 10 years? 15 years? Yeah, I think a lot of us are. And how many of you have your own house here? Yeah, 2, 3, 4, great. So, see, everybody, like nowadays, in Dubai, that's the most important thing is everybody wants to have a house. What's the most happening, or what's challenge you have right now to buy a house?
Down payment? Yeah, down payment, yeah. That's the most important thing everybody knows. Now you see, now the market has been changed. Now, I wanted to give you one simple point. Every individual today trying to save small expenses. For example, like Salik. We just take all the shortcuts and go. And you save how much? 5 dirhams. Netflix, you get that, What happens is what is the biggest expense at your home? Yeah? Rent. Yes or no? Yeah, of course, that's one part, that's something you can't avoid. But keep in mind, your biggest expense at your home is your rent. So I am here to help you, support you to save that one part. Most of us doesn't have a choice. Now, today, 2026, if you go Google Gulf News, you'll see thousands of articles I have written in Gulf News with data analytics, where majority of Indians has a house today. And particularly in 2026, in the beginning or end of 2025, a lot of people started buying their own home. There are many companies offering you 0% down payment. How many of you are aware of this? Nobody's aware. Correct? That's new information for you. Yes or no? Yeah. And what's the minimum salary you need to buy a house? Yeah? 10,000. Yeah. If anybody has got a 10,000, I can arrange you everything for you. Beautiful house. That's one basic criteria. Or husband and wife together, 10,000 if you have, I can help you buy. Forget about everything, like at least I'm trying to convey you, save your rent first. That's the first thing what you should do at home. Because the money what you have paid so many years, last 5 years, 10 years, 15 years. Okay, if you accumulate that, you could have bought now another like 3 to 5 houses here. Yes or no? Oh, you agree with me? Yeah, so now the things has been changed. Every individual can afford the house here, even it doesn't matter. How many of you think that, see, we all, can you just guess how many developers in Dubai? Any idea? Now the minute you open Instagram, you find with the thousands of brokers, yeah? Yes or no? Yeah, I can tell you close to about 35 to 40,000 brokers are there in Dubai. About 2,400 developers are here in Dubai. Dubai alone. So you definitely get confused from where to buy, how to buy, who's the right person, which developer you to pick it up, correct? It's difficult, you get confused. You don't know where to buy, also who gives the best down payment, who can give you the best installment plan. Up to 60 years, you can have a mortgage here. How many of you are aware of it? Up to 60 years. Okay, so it's easy. Whatever the money, if you buy a house, whatever the money you pay right now is rent. I can assure you, it will be 3 to at least you will pay less than 20 to 30% only you pay. For example, maybe on an average in Dubai, the rent can start with about 70 to 80,000 for 1 bedroom to 2 bedroom, correct? Where you pay about 6 to 7,000 per month, approximately, correct? When you buy a house, you pay close to about 2 to 3,000 dirhams only. Why? Because you extend this to your mortgage. And the biggest challenge is your down payment. What happens if without down payment if you can buy a house? It's interesting, right? So for more details now, I wanted to give you one number, which is my number, which you will never forget in your life. Okay, I'm going to give you. What's the toll-free number starts here? Nobody has got any energy here. 800, yeah? So my number is 800-801-802. Done? Nobody will forget that for sure. What is the number? Yeah, 800-801-802. Just WhatsApp me, I'm going to reply to you if at all you're interested. And thank you so much, and we're actually excited to see you here, rest of the programs. Once again, thank you all. Have a good evening. Thank you.